നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് മാധ്യമപ്രവർത്തകനും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിക്കുകയും തൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായി പറയുകയും ചെയ്യുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് മാധ്യമപ്രവർത്തകനായിട്ടുള്ള അർജുൻ. സ്വാഗതം. നമ്മൾ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ നിരന്തരമായി ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അതിലേക്കൊക്കെ അപ്പുറത്തേക്ക് അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഇപ്പോൾ പുതിയതായിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് അവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അടുത്ത ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് വരുന്നത് സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഇസ്ലാമിക വംശജനായിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് ഇസ്ലാം മതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം ഈ പറയുന്നത് പോലെ നരേന്ദ്രമോദിയെയും ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയും ഈ ഗുജറാത്ത് വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുത്ത ആളാണ് നരേന്ദ്രമോദി എന്ന നിലയിലൊക്കെ സംസാരിക്കുകയും അത് ഇപ്പോൾ കേരളത്തിൽ വലിയ വിധത്തിൽ ചില സുഡാപ്പികളും ആളുകളും ഒക്കെ എടുത്ത് പൊക്കിപ്പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടിരുന്നില്ലേ ആ വാർത്ത? എന്താ തോന്നിയത്? അത് എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടൊന്നും തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഏതൊരു വ്യക്തിത്വമാവട്ടെ, ഇപ്പോൾ ഏതൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ, ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ നരേന്ദ്രമോദിയെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇസ്രായേലിനെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ബെഞ്ചമിൻ നെതന്യാഹുവിനെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കുമല്ലോ. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം വീണ്ടും ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ടൂളായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഈ പറയുന്ന നരേന്ദ്രമോദിയെ ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു ലൈറ്റ് വേർഷനായിട്ട് കാണുന്നു എന്ന് പറയുന്നത് തന്നെ അത് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണല്ലോ. അത് ഈ രണ്ട് വ്യക്തിത്വങ്ങളാവട്ടെ മുസ്ലിം വംശഗതിക്ക് നേതൃത്വം നൽകിയവരാണ്, ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയവരാണ്. അദ്ദേഹം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ പോലും അപമാനിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവിനോടൊപ്പം സൂചിപ്പിക്കുന്നതോടുകൂടി നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. എല്ലാം തന്നെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആഗോളതലത്തിലുള്ള ഒരു ടൂളായിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന് വൻ തരത്തിലുള്ള പിന്തുണയാണ് കേരളത്തിലെമ്പാടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, യഹ്യ സിൻവർ വരെ ആരാധകരുള്ള നാടാണല്ലോ. എല്ലാ തീവ്രവാദികൾക്കും ആരാധകരുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണയിൽ നമുക്ക് വലിയ ഒരു അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനില്ല. പക്ഷെ നമുക്കറിയാം മറ്റു വ്യക്തിത്വങ്ങൾ ഇതുപോലെ നമ്മുടെ ഇന്ത്യൻ വംശജരായിട്ടുണ്ട്. ഋഷി സുനക് ആയിട്ടുണ്ട്. ഋഷി സുനക്കിനൊക്കെ എന്ത് പിന്തുണയാണ് നമ്മൾ ഇവിടെ ലഭിച്ചിരുന്നത്? ഒരു പിന്തുണയും ലഭിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ലല്ലോ. പക്ഷേ ട്രോളുകളും കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുൻ മന്ത്രിയായിട്ടുള്ള അഭിഷേക് സിംഗ് തന്നെയാണ് പറയുന്നത് ഇദ്ദേഹം പാകിസ്ഥാന്റെ പ്രചാരകനാണോ എന്ന് സംശയമുണ്ട് എന്ന് പറയുന്നത്. ഒരു കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അത്തരം ഒരു പ്രചാരണം വന്നപ്പോൾ എന്നെ ഏറെ അതിശയിപ്പിച്ചിരുന്നു. മനു അഭിഷേക് സിംഗ്വി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ അദ്ദേഹം പാകിസ്ഥാന്റെ പ്രചാരകരാണോ എന്ന് സംശയിച്ച് അത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ കേരളത്തിൽ മാത്രം കേരളം എന്തോ ഒരു പ്രത്യേക രാജ്യത്തെ പോലെ പെരുമാറുകയാണ്. കാരണം ഇവിടെയുള്ളൊരു പൊതു പൊളിറ്റിക്കൽ ബോധം എന്ന് പറയുന്നത് എപ്പോഴും ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അങ്ങ് മുൻപന്തി അല്ലെങ്കിൽ മുകൾ തട്ടിൽ കയറ്റി വെക്കുന്ന ഒരു പ്രവണത ഇവിടെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ SDP ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട വലിയ ഇഷ്യൂ ഒക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് അതിനെതിരെ ഒരു അക്ഷരം പോലും ഇവിടുത്തെ ചാനലുകൾ ശബ്ദിക്കുന്നില്ല, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ ശബ്ദിക്കുന്നില്ല, ഇവിടുത്തെ LDF അതുപോലെ തന്നെ CPM കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഈ കാര്യം പറയുന്നില്ല. അവർക്ക് അപ്പോഴും പ്രശ്നം ഭാരതാംബയാണ്. അതും ഇതും കൂടി കൂട്ടി വായിക്കാൻ വളരെ രസകരമായി തോന്നുന്നുണ്ടല്ലേ? സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇസ്ലാമിക വോട്ട് ബാങ്ക് എന്നുള്ളത് 30% എത്തി നിൽക്കുന്നു. അപ്പോൾ ഇസ്ലാമിക വോട്ട് ബാങ്കിനെ പിണക്കിക്കൊണ്ട് ഈ പറയുന്ന വലതുപക്ഷത്തിനായിക്കൊള്ളട്ടെ, ഈ പറയുന്ന കോൺഗ്രസിനായിക്കൊള്ളട്ടെ, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിക്കൊള്ളട്ടെ മുന്നോട്ട് നീങ്ങാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അവരതിനെ കുറ്റപ്പെടുത്തുക, അതല്ലെങ്കിൽ അവർ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത് അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ നോക്കിയേ വേണ്ടാത്തൊരു പ്രസ്താവനയാണ്. അങ്ങനെ നടപ്പാവുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ്. കാരണം അവർ ഈ പറയുന്ന വോട്ട് ബാങ്കിനെ പ്രീണിപ്പിച്ച് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗുരുതരമായ തോൽവിയായിരിക്കും രണ്ടു കൂട്ടർക്ക് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വ്യക്തിത്വങ്ങൾക്ക് എല്ലാം തന്നെ വൻ തരത്തിലുള്ള സ്വീകാര്യത ലഭിക്കുന്നു. അത് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ അത് വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ. അല്ല, ഈ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കേരളത്തിലുള്ള ആളുകളൊക്കെ മതേതരത്വത്തിൻ്റെ വലിയ വക്താക്കളാണ്, മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയുന്നത് ഇപ്പം ഇവിടെ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം സംസാരിക്കുമ്പോൾ ഹിന്ദുക്കൾ മൊത്തമായിട്ട് അതിനെ എതിർക്കാറൊന്നും പോകാറില്ല. സാധാരണഗതിക്ക് ഞങ്ങൾക്കെതിരാണെന്നൊന്നും പറയാറില്ല. പക്ഷേ മുസ്ലിം ഇസ്ലാമിസ്റ്റ് തീവ്രവാദം, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ സംസാരിക്കുമ്പോൾ അത് ഇപ്പോൾ വിദൂരതയിൽ, അത് മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും അത് ഇസ്ലാമിനെതിരെയാണ് അല്ലെങ്കിൽ മുസ്ലിംസിനെതിരെയാണ് എന്നുള്ളൊരു പൊതുബോധത്തെ വളർത്തിയെടുക്കുന്നതിൽ ഇവർ വിജയിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത് വൻതോതിൽ വിജയിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, യുക്രൈൻ റഷ്യ യുദ്ധം നടന്നിരുന്നു. യുക്രൈൻ അതുപോലെയായിരുന്നു ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നപ്പോൾ ഇറാൻ എന്തുമാത്രം സ്വീകാര്യതയാണെന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റുകൾ പോലും, ഒരു കമ്മ്യൂണിസ്റ്റ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ഈ കൊമേനി എന്നുള്ളത്. ഈ കമ്മ്യൂണിസ്റ്റുകൾ പോലും എന്നിട്ട് ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. MA ബേബിയുടെ പ്രസ്താവന, മുഖ്യമന്ത്രിയുടെ പ്രസ്താവന,
അപ്പോൾ അതാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിജയം എന്ന് പറയുന്നത്. വലിയൊരു സ്വീകാര്യത പൊളിറ്റിക്കൽ ഇസ്ലാമിന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെമ്പാടും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സുഹ്റാൻ മന്ദാനി ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്ന സമയത്ത് അവിടെ മറ്റ് ആളുകൾ, അമേരിക്കയിലുള്ള മറ്റ് ഇപ്പം കമലാ ഹാരിസിനെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ JD വാൻസിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നല്ലോ. JD വാൻസിൻ്റെ ഭാര്യ പിന്നെ ഇന്ത്യൻ വംശജയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ JD വാൻസ് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് ഒന്നും കിട്ടാത്ത ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു എന്താണ് പ്രാധാന്യം ഇവിടുത്തെ എന്താണ് ഒരു രാഷ്ട്രീയ പൊതുബോധം ഇവർക്ക് കൊടുക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ഞങ്ങൾ പിന്നെ ലോകത്ത് മൊത്തം വളരുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടാണ് അവരുടെ. അത് നമ്മൾ സൂചിപ്പിക്കേണ്ടത് തന്നെയാണല്ലോ. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആഗോളതലത്തിലുള്ള ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകം കീഴടക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം അതിൻ്റെ ഒരു ടൂളാണ്. ഇദ്ദേഹം അതിന് നേതൃത്വം നൽകും, അത് ഉറപ്പാണല്ലോ. അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹുവിനെയും നരേന്ദ്രമോദിയെയും എല്ലാം തന്നെ ലിങ്ക് ചെയ്തപ്പോൾ അത് നമുക്ക് ഉറപ്പായി കഴിഞ്ഞല്ലോ. ഉറപ്പായി നമുക്കത് തീർച്ചയാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനൊരു വൻ തരത്തിലുള്ള സ്വീകാര്യത പ്രത്യേകിച്ച് കേരളം പോലുള്ള ഏറ്റവും കൂടുതൽ ISIS റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു സംസ്ഥാനത്ത് ലഭിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല, യാതൊരു അത്ഭുതവുമില്ല. അത് പറയുമ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നരേന്ദ്രമോദി ഗുജറാത്തിൽ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ആളാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? കാരണം ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി പോലും കുറ്റവിമുക്തനാക്കിയ, കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന സമയത്ത് എല്ലാവിധ ഏജൻസികളെയും വെച്ച് അന്വേഷിച്ചിട്ട് ഒരു തരത്തിലും ഒന്നും കണ്ടെത്താൻ കഴിയാതെ അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു സംഭവത്തെ, മാത്രവുമല്ല ഈ പറയുന്ന ഗുജറാത്ത് കലാപം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിലേക്ക് ആരും പറയുന്നില്ല. അങ്ങനെ പറയുന്നവനെല്ലാം എന്താണ് മതേതരത്വത്തിനെതിരാണ് എന്നൊരു ബോധം കൂടെ ഇവിടെ വളരുന്നുണ്ട്. അല്ല, ഈ ഗുജറാത്ത് കലാപത്തിന്റെ കാരണത്തെ കൂടി പറയേണ്ടത് അങ്ങനെയാകുമ്പോൾ അത് പറയുമ്പോൾ ഗുജറാത്ത് കലാപത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഗോദ്ര തീവെടി വെടിവെപ്പാണ്. അത് നമ്മൾ പറയാറില്ല, അത് മറക്കാൻ ശ്രമിക്കുന്നു. അത് മറക്കേണ്ടതുണ്ട്. മതേതരത്വം പ്രകടിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും അത് മറക്കാൻ ശ്രമിക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അത് സംഘപരിവാർ ചെയ്തതെന്ന് വരുത്തി തീർക്കുകയാണ്. ഇതേ ഒരു നരേറ്റീവ് തന്നെയാണ് ഈ പറയുന്ന മുംബൈ സ്ഫോടനത്തിന്റെ കേസിലും അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. ഒരുപക്ഷെ അജ്മൽ കസബിനെ പിടിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കിയത് ഹിന്ദുത്വ ഭീകരവാദികളാണ് എന്ന് പറഞ്ഞേനെ. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്കറിയാമല്ലോ. ഈ പറയുന്ന പെൽഗാം ഭീകരാക്രമണം നടന്നല്ലോ, അത് ഭരണകൂടം ചെയ്തതെന്നാണ് ഒരുപാട് പേര് ഈ പറയുന്ന തീവ്രവാദികളെ പിടിക്കപ്പെടുന്നതിന് മുമ്പ് ഒരുപാട് പേര് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പോലും അത് ഈ പറയുന്ന അവരുടെ പ്രസ്താവനകളെല്ലാം അതേ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ഈ പറയുന്ന പുൽവാമ ഭരണകൂടത്തിന്റെ പരാജയമാണ്. ഈ പുൽവാമ അറ്റാക്ക് പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി അംഗീകരിക്കേണ്ടി വന്നു. പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി പറയേണ്ടി വന്നു അത് നടപ്പാക്കിയത് പാകിസ്ഥാനാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാജ്യവിരുദ്ധ ശക്തികൾ എന്നും രാജ്യത്തിനുള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊന്നും ഒരു പുതുമ തന്നെയല്ല. അപ്പോൾ ഈ പറയുന്ന ഒരു നീണ്ട നിര തന്നെ അവരുടെ മുന്നിൽ തന്നെ നമുക്ക് പല ഉദാഹരണങ്ങളുണ്ടല്ലോ. ഈ പറയുന്ന പോലെ മുംബൈ തീവ്രവാദാക്രമണം, ഇതെല്ലാം തന്നെ അവർ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് നീക്കുപോക്കുകൾ നടത്താൻ അവർക്ക് കഴിയുന്നു. അത്രമാത്രം ശക്തരായിരിക്കുന്നു അവർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മറ്റുള്ള രാജ്യത്തെ പിന്നെ ആളുകളൊക്കെ അവരുടെ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ ഉള്ളിൽ അവർ പറയാറുണ്ട്. പക്ഷെ പുറത്തെത്തി കഴിഞ്ഞാൽ അവർ ഒറ്റക്കെട്ടാണ്. അവരുടെ രാജ്യത്തിനെതിരൊന്നും സംസാരിക്കാറില്ല. അവരുടെ പ്രധാനമന്ത്രിക്കെതിരെ മറ്റൊരു രാജ്യത്ത് നിന്ന് ഒരാൾ സംസാരിച്ചാൽ അവർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതിനെ എതിർക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദേശീയത എന്ന് പറയുന്നത് ഇവിടെ എന്തോ കുറ്റമാണ്. മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രിയെ മറ്റൊരാൾ ആക്ഷേപിച്ചാൽ അതൊരു പ്രശ്നമല്ലാത്ത രീതിയാണ്. അവരെ ഏറ്റവും മാക്സിമത്തിൽ പരിപോഷിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ 30% മുസ്ലിം വോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ന്യൂനപക്ഷ സംരക്ഷണം എന്നാണല്ലോ പറയുന്നത്. ഇവിടെ പിന്നെ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ബുദ്ധ, ജൈന ആളുകളൊക്കെയാണ് യഥാർത്ഥ ന്യൂനപക്ഷങ്ങളായി നിൽക്കുന്നത്. അവർക്കൊന്നും സംരക്ഷണം വേണ്ട എന്നുള്ളതാണോ? ഇനി ഈ 30% നിന്ന് ഈ പിന്നെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ 5% ആയിരുന്നെങ്കിൽ ഈ സ്നേഹം ഇവരോട് കാണിക്കുമായിരുന്നു? അതൊരു പക്ഷേ സംശയമാണ് ഈ പറയുന്ന പോലെ. കാരണം ഈ രാഷ്ട്രീയത്തിൽ എന്നും വേണ്ടത് വോട്ടാണ്. അപ്പോൾ വോട്ടിനായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ പലതരത്തിലുള്ള ഗെയിം പ്ലാനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ താങ്ങി നിൽക്കുന്നത്. ഒരുപക്ഷെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ താങ്ങി നിന്നില്ല എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നുള്ള നല്ല ബോധ്യം ഇരു കൂട്ടർക്കുമുണ്ട്. പിന്നെ അറിയാമല്ലോ, നമ്മുടെ ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഇന്റർണൽ ത്രെഡ്സ് രാജ്യത്തിനുള്ളിൽ തന്നെയുണ്ട്. അവരെയാണ് നമ്മൾ നേരിടേണ്ടത്. അവരെ നേരിടാൻ പ്രയാസമാണ് എക്സ്റ്റേണൽ ത്രെഡ്സിനേക്കാൾ ഉപരി. അല്ല, അത് ഞാൻ ചോദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ, അതായത് ഈ ഇസ്ലാംസിനോടുള്ള അല്ലെങ്കിൽ മുസ്ലിമുകളോടുള്ള പ്രണയം ഇവർ കാണിക്കുന്നുണ്ടല്ലോ, അതുപോലും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണ്, യഥാർത്ഥത്തിൽ അവരോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നുള്ളൊരു കാര്യം ഇവിടുത്തെ യഥാർത്ഥ മുസ്ലിം മതവിശ്വാസികൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത് യാഥാർത്ഥ്യമാണല്ലോ. നമുക്കറിയാമല്ലോ, ഷാഫി പറമ്പലിൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് കാഫിർ സ്ക്രീൻഷോട്ട്
TP വധത്തിന് ശേഷം മാഷാല്ല സ്റ്റിക്കർ. അതെ. അപ്പൊ തന്നെ കൂടുതൽ പറയേണ്ടതില്ലല്ലോ അതിനെപ്പറ്റി. തീർച്ചയായിട്ടും. എന്തായാലും ഈ പറയുന്നത് പോലെ സോഹ്റാൻ മംദാനി ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യത്തിനെതിരായിക്കൊണ്ട് എന്തൊക്കെ സംസാരിക്കുന്നു ആ ആളുകൾക്കൊക്കെ ഒരു വലിയ പിന്തുണ കൊടുക്കുകയും അവർക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പഴയ പോലെ ദേശാഭിമാനി മാത്രം വായിക്കുന്ന ആളുകളല്ല എന്നുള്ളത് കൊണ്ട് കൃത്യമായി ആളുകൾ കാര്യം മനസ്സിലാക്കുകയും അതിനെതിരെ കൃത്യമായി പ്രതികരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു ആശാവഹമായി കാണാം. അതൊരു ആശാവഹമായി കാണാൻ കഴിയുന്നു. കാരണം നമുക്കറിയാമല്ലോ, പണ്ട് കാലഘട്ടങ്ങളിൽ പാലസ്തീനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഒരു വലിയൊരു നിര തന്നെയായിരുന്നു. ഇതൊരു അഭിപ്രായമേ ഉണ്ടായിട്ടില്ല. ഇന്ന് അതല്ലല്ലോ, സമൂഹ മാധ്യമങ്ങളിൽ മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എതിരെ നിന്നുകൊണ്ട് ഒരു ശബ്ദം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. അതൊരു ഉത്തമമായ ഒരു സൂചനയാണ് അത് മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും.